ഭദ്രകാളി, കാലഭൈരവൻ, നരസിംഹസ്വാമി തുടങ്ങി ഉഗ്രദേവതകളെ ആരാധിക്കാൻ പാടില്ലേ? ആരാധിച്ചാൽ ആരാധിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമോ ദ്രോഹമോ ഈ ദേവതകൾ ചെയ്യുമോ? ഇങ്ങനെ ഒരു പ്രചരണം കുറച്ചു നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഭയമല്ല, സ്നേഹവും വിശ്വാസവുമാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ പ്രധാന അടിത്തറ. പുരാണങ്ങളിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. കാളിദാസൻ ഭദ്രകാളിയെ ഉപാസിച്ചാണ് മഹാകവിയായത്. പ്രഹ്ലാദനെ നരസിംഹസ്വാമി രക്ഷിച്ചു. മാർക്കണ്ഡേയനെ കാലഭൈരവനാണ് കാത്തത്. ഈ കഥകൾ അവരുടെ ശക്തിയും കാരുണ്യവും വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ദേവതകളൊക്കെ തന്നെ ഉഗ്രരൂപം പൂണ്ടത് ദുഷ്ടശക്തികളെ നശിപ്പിക്കാനാണ്. ഭക്തർക്ക് അഭയം നൽകാനും സംരക്ഷിക്കുവാനുമാണ് ഇവരുടെ ഉഗ്രശക്തി കാട്ടിയിട്ടുള്ളത്. ഭക്തരെ ഭയപ്പെടുത്താൻ ചിലർ നടത്തുന്ന പ്രചരണമാണ് ഈ ദേവതകളെ ആരാധിക്കുന്നതിലൂടെ ഗൃഹത്തിൽ അശാന്തിയും ജീവിതത്തിൽ ദുർനിമിത്തങ്ങളും നടക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ദേവതകളെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും അനുഗ്രഹവുമാണ് നമുക്ക് ലഭിക്കുക. ഭദ്രകാളി, കാലഭൈരവൻ, നരസിംഹം ഇവരെ ആരാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ നേരിടാൻ ശക്തി, കരുത്ത് നൽകുകയും ചെയ്യും. ഈ ദേവതകളുടെ ചിത്രങ്ങൾ വീട്ടിൽ വെക്കുന്നത് പോസിറ്റീവ് എനർജി നൽകുകയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. ഓരോ വ്യക്തികളുടെയും വിശ്വാസവും അനുഭവവും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഏത് ദേവനാണ്, ഏത് ദേവതയാണ് കൂടുതൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി ആ ദേവതകളെ ആരാധിക്കുക. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കും.